ലളിതാ സഹസ്രനാമ സ്തോത്ര പഠനം 14 ഭാഗം. അമ്മേ നാരായണ. ശ്രീ ലളിതാംബികാദേവിയുടെ ഇനിയുള്ളൊരു പേരാണ് മഹായോഗീശ്വരീശ്വരി. മഹാന്മാരായിട്ടുള്ള യോഗീശ്വരന്മാർക്ക് പോലും ഈശ്വരിയായിട്ടുള്ളവളാണ് ലളിതാംബികാദേവി എന്ന് പറയുന്നു. ആരാണ് യോഗി അല്ലെങ്കിൽ യോഗീശ്വരൻ? കഴിഞ്ഞൊരു ദിവസം പറഞ്ഞു, ശരീരത്തിൽ 7 ചക്രങ്ങളുണ്ട്. മൂലാധാര ചക്രം മുതൽ സഹസ്രാര ചക്രം വരെ 7 ചക്രങ്ങളുണ്ട്. മൂലാധാര ചക്രത്തിൽ ഉള്ള കുണ്ടലിനി ശക്തിയെ ഉത്തേജിപ്പിച്ച് എല്ലാ തടസ്സങ്ങളും നീക്കി സഹസ്രാര ചക്രത്തിലെത്തുന്നതോടെ ആ പരമാത്മാവും പരാശക്തിയും ചേർന്നിട്ടുള്ള ഒരു അമൃത വർഷം തന്നെ സംഭവിക്കുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ യോഗാഭ്യാസത്തിലൂടെ കുണ്ടലിനി ശക്തിയെ ഉത്തേജിപ്പിക്കുകയും അതിലൂടെ പരമാത്മാവിനെയും പരാശക്തിയെയും അറിയാനായിട്ട് ശ്രമിക്കുന്നവരാണ് യോഗികൾ. യോഗ മാത്രമല്ല കുണ്ടലിനി ശക്തിയെ ഉത്തേജിപ്പിക്കാനുള്ള മാർഗങ്ങളായി കരുതുന്നത്. 5-ാം നൂറ്റാണ്ടോടെ ഇന്ത്യയിൽ ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള താന്ത്രിക് ട്രഡീഷൻ പ്രകാരം മന്ത്രോച്ചാരണങ്ങൾ, യന്ത്രങ്ങൾ, ശ്രീചക്രം പോലുള്ള യന്ത്രങ്ങൾ, വിവിധ ആചാരാനുഷ്ഠാനങ്ങൾ, യോഗ ഇവയിലൂടെയെല്ലാം തന്നെ പരമാത്മാവിനെയും പരാശക്തിയെയും അറിയാൻ സാധിക്കും എന്ന് പറയുന്നു. അപ്പോൾ യോഗാഭ്യാസത്തിലൂടെ പരമാത്മ ചൈതന്യത്തെ തേടുന്നവരാണ് യോഗികൾ. അങ്ങനെയുള്ള ശ്രേഷ്ഠരായ യോഗീശ്വരന്മാർക്ക് പോലും ഈശ്വരിയായിട്ടുള്ളവളാണ് ശ്രീ ലളിതാ ത്രിപുര സുന്ദരി. ഇനി ശ്രീ ലളിതാംബികാദേവിയെ വിളിക്കുകയാണ് മഹാതന്ത്ര. എന്തുകൊണ്ടായിരിക്കും ദേവിയെ മഹാതന്ത്ര എന്ന് വിളിക്കുന്നത്? ഇന്ത്യയിൽ 5-ാം നൂറ്റാണ്ടോടെ ഉരുത്തിരിഞ്ഞു വന്ന ഒരു സ്പിരിച്വൽ ട്രഡീഷനാണ് തന്ത്ര എന്ന് പറയുന്നത്. ഇതിൻ്റെ 2 പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ശിവതന്ത്ര അല്ലെങ്കിൽ ശൈവതന്ത്ര, പിന്നെ ശക്തിതന്ത്ര. ഭഗവാൻ പരമശിവനെ ഉപാസിക്കുന്നവരാണ് ശിവതന്ത്ര, ശൈവതന്ത്രയുടെ ഭാഗമായിട്ടുള്ളത്. ശക്തിതന്ത്രയിൽ ദേവിയെ, പരാശക്തിയെ ആരാധിക്കുന്നവരാണുള്ളത്. നമ്മളീ പറഞ്ഞ തന്ത്ര ട്രഡീഷനിൽ വളരെ പ്രധാനപ്പെട്ട 64 ആത്മീയ ഗ്രന്ഥങ്ങളുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഈ ആത്മീയ ഗ്രന്ഥങ്ങൾ ഭഗവാൻ ശിവൻ നേരിട്ട് എഴുതിയതാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഭഗവാനും പരാശക്തിയും തമ്മിലുള്ള ഒരു സംവാദം പോലെ, ഒരു കോൺവേഴ്സേഷൻ പോലെയാണ് ഈ പുസ്തകങ്ങളെല്ലാം രചിച്ചിട്ടുള്ളത്. അപ്പോൾ പരാശക്തിയുടെ ആവശ്യപ്രകാരം 64 തന്ത്രങ്ങൾക്ക് പുറമെ മഹാതന്ത്രമായ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രീവിദ്യാതന്ത്രം ഭഗവാൻ ശിവൻ രൂപപ്പെടുത്തി എന്ന് പറയുന്നു. ഈ ശ്രീവിദ്യാതന്ത്രം ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത് ശ്രീ ലളിതാ ത്രിപുര സുന്ദരിക്കാണ്. അതുകൊണ്ട് ശ്രീ ലളിതാ ത്രിപുര സുന്ദരിയെ, ലളിതാംബികാദേവിയെ നമ്മൾ മഹാതന്ത്ര എന്ന് വിളിക്കുന്നു. ശ്രീവിദ്യാതന്ത്രം ദേവിയുടെ ശരീരം തന്നെയാണ്. ദേവിയാണ് ശ്രീവിദ്യാതന്ത്രം. അതിനാൽ നമ്മൾ ലളിതാ ത്രിപുര സുന്ദരിയെ മഹാതന്ത്ര എന്ന് വിളിക്കുന്നു. ഇനി നമ്മൾ ലളിതാംബികാദേവിയെ വിളിക്കുകയാണ് മഹാമന്ത്ര. മഹാമന്ത്രമായ ശ്രീവിദ്യാമന്ത്രം ദേവിയുടെ സ്വരൂപം തന്നെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ദേവിയെ നമ്മൾ വിളിക്കുന്നു മഹാമന്ത്ര. ഇനി ലളിതാംബികാദേവിയെ വിളിക്കുകയാണ് മഹായന്ത്ര. താന്ത്രിക് ട്രഡീഷനിൽ, തന്ത്രവിധിയിൽ വളരെ പ്രധാനപ്പെട്ടതാണ് യന്ത്രങ്ങൾ. എന്താ ഈ യന്ത്രങ്ങൾ? ഒരു ദൈവീക ചൈതന്യത്തെ, ഒരു ഉപാസനാമൂർത്തിയെ ഒരു രൂപത്തിലേക്ക് ആവാഹിക്കുകയാണ് യന്ത്രങ്ങൾ ചെയ്യുന്നത്. വീടുകളിൽ ശ്രീചക്രം സ്ഥാപിച്ചു എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. ഈ ശ്രീവിദ്യാമന്ത്രം ആവാഹിച്ചെടുത്തിട്ടുള്ള ഒരു യന്ത്രമാണ് ശ്രീചക്രം എന്ന് പറയുന്നത്. അപ്പോൾ ആ ശ്രീചക്രം എന്ന് പറയുന്നത് ലളിതാ ത്രിപുര സുന്ദരി തന്നെയാണ്. ദേവിയുടെ സ്വരൂപമാണ് ശ്രീചക്രം. അതുകൊണ്ട് ദേവിയെ മഹായന്ത്ര എന്ന് വിളിക്കുന്നു. ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ള യന്ത്രം എന്ന് പറയുന്നത് ശ്രീചക്രമാണ്. ഇനി നോക്കാം മഹാസന. ഇനി നോക്കൂ, മഹാസന. ലളിതാംബികാദേവിയെ നമ്മൾ മഹാസന എന്ന് അഭിസംബോധന ചെയ്യുന്നു.
മഹാസന എന്നാൽ മഹത്തരമായ ശ്രേഷ്ഠമായ ഇരിപ്പിടങ്ങളോട് കൂടിയവൾ, മഹത്തരമായ പീഠങ്ങളിൽ ഇരിക്കുന്നവൾ. ദേവി പ്രപഞ്ചം മുഴുവൻ വിശിഷ്ടമായ പീഠങ്ങളിൽ, വിശിഷ്ടമായ ക്ഷേത്രങ്ങളിൽ കുടികൊള്ളുന്നു. പക്ഷേ ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട, ദേവി ഏറ്റവും ശ്രേഷ്ഠമായി കരുതുന്ന ഇരിപ്പിടം ഏതാണ്? നിസ്വാർത്ഥമായ സ്നേഹമുള്ള, കളങ്കമില്ലാത്ത ഭക്തിയുള്ള ഒരു ഭക്തൻ്റെ ഹൃദയമാണ് ദേവിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിശിഷ്ടമായ ഇരിപ്പിടം. ആ കളങ്കമില്ലാത്ത ഭക്തി മാത്രമാണ് ദേവി ഒരു ഭക്തനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഇനി ദേവിയുടെ ഒരു നാമമാണ് മഹായാഗ ക്രമാരാധ്യ. മഹത്തായ ക്രമങ്ങളോടുകൂടിയ യാഗങ്ങളാൽ ആരാധിക്കപ്പെടുന്നവളാണ് ദേവി ലളിതാ ത്രിപുര സുന്ദരി. നമ്മൾ പുത്രകാമേഷ്ടി യാഗം നടത്തി, അശ്വമേധയാഗം നടത്തി എന്നൊക്കെ കഥകളിൽ കേട്ടിട്ടുണ്ടായിരിക്കും. ഈ യാഗങ്ങൾ എന്ന് പറയുന്നത് ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സാണ്. അപ്പോൾ അത്തരത്തിൽ മഹത്തായ ക്രമങ്ങളോട് കൂടിയ യാഗങ്ങളാൽ ആരാധിക്കപ്പെടുന്നവളാണ് ദേവി ലളിതാംബിക. മഹാഭൈരവ പൂജിത. ആരാണ് ഭൈരവൻ? കാലഭൈരവൻ എന്നറിയപ്പെടുന്നത് സാക്ഷാൽ പരമശിവനാണ്. ഭഗവാൻ ശിവനാൽ പോലും ആരാധിക്കപ്പെടുന്നവൾ, പൂജിക്കപ്പെടുന്നവളാണ് ശ്രീ ലളിതാ ത്രിപുര സുന്ദരി. ഇനി എന്താ വിളിക്കണ ദേവിയെ? മഹേശ്വര മഹാകൽപ മഹാതാണ്ഡവ സാക്ഷിണി. മഹേശ്വരൻ്റെ മഹാതാണ്ഡവം, ഭൂമിയെ ഒന്നാകെ എരിക്കുന്ന ആ മഹാപ്രളയ സമയത്ത് സാക്ഷാൽ പരമശിവൻ നടത്തുന്ന മഹാതാണ്ഡവത്തിനും ശ്രീ പരാശക്തി അഥവാ ശ്രീ ലളിതാ ത്രിപുര സുന്ദരി. എന്തുകൊണ്ടായിരിക്കും ദേവി അതിന് സാക്ഷിയായത്? ദേവിക്ക് ജനനവും മരണവുമില്ല. ദേവി സദാ ഇവിടെയുണ്ട്. അപ്പോൾ ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും ദേവി അതിനെല്ലാം തന്നെ സാക്ഷിയാകുന്നു. മഹാകാമേശ മഹിഷി. കാമേശൻ ആരാണ്? നമ്മൾ മുന്നൊരിക്കൽ പറയുന്നുണ്ടായിരുന്നു, ഭഗവാൻ ശിവനാണ് കാമേശൻ. ആ കാമേശൻ്റെ പത്നിയായിട്ടുള്ളവൾ ആണ് മഹാകാമേശ മഹിഷി. മഹാത്രിപുര സുന്ദരി. എന്തുകൊണ്ടാണ് ലളിതാംബികാദേവി മഹാത്രിപുര സുന്ദരി, ശ്രീ ലളിതാ ത്രിപുര സുന്ദരി എന്നൊക്കെ വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? ദേവി 3 ലോകങ്ങളിലും സുന്ദരിയായിട്ടിരിക്കുന്നവളാണ്. എന്താ ഈ 3 ലോകങ്ങൾ? ഇവിടെ ത്രിപുരം, 3 ലോകങ്ങൾ എന്ന് പറയുന്നത് സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണശരീരം. സ്ഥൂല ശരീരം നമ്മളീ കാണുന്ന കൈകാലുകളും ഉടലും ചേർന്ന സ്ഥൂല ശരീരം. സൂക്ഷ്മ ശരീരമാണ് മനസ്സും പ്രാണനും ചേർന്ന അടുത്ത തലം. 3 കാരണശരീരം, നമ്മുടെ മുജ്ജന്മത്തിലെ ഓർമ്മകളും ആത്മാവും ചേർന്നതാണ് കാരണശരീരം. ഈ 3 ലോകങ്ങളും സുന്ദരിയായി അടക്കി വാഴുന്നവളാണ് ശ്രീ ലളിതാ ത്രിപുര സുന്ദരി. ദേവിയുടെ ഇനിയൊരു നാമമാണ് ചതുഷ്ഷ്ട്യോപചാരാഢ്യ. ചതുഷ്ഷഷ്ടി എന്നാൽ 64. 64 എന്ന സംഖ്യ തന്ത്രവിധിയിലുടനീളം വളരെ പ്രധാനപ്പെട്ടതാണ്. 64 തന്ത്രങ്ങളുണ്ട്. ഭഗവാൻ ശിവൻ എഴുതി എന്ന് വിശ്വസിക്കപ്പെടുന്ന 64 തന്ത്രങ്ങളെപ്പറ്റി നമ്മൾ കുറച്ചു മുൻപ് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ ഇവിടെ പറയുന്നു 64 ഉപചാരങ്ങൾ. ഉപചാരങ്ങൾ എന്ന് പറയുന്നത് ഒരു ഉപാസനാമൂർത്തിയെ പ്രീതിപ്പെടുത്താനുള്ള ആചാരാനുഷ്ഠാനങ്ങളാണ് ഉപചാരങ്ങൾ. ഈ 64 ഉപചാരങ്ങളിൽ വളരെ രസകരമായിട്ടുള്ള ചില ആചാരങ്ങൾ ഞാൻ വായിച്ചപ്പോൾ കാണുകയുണ്ടായി. ഈ ഉപാസനാമൂർത്തിയെ ആവാഹിച്ച് ഒരു പീഠത്തിൽ ആസനസ്ഥയാക്കുക, ദേവിയുടെ പാദങ്ങൾ കഴുകുക, ദേവിക്ക് കഴിക്കാനും കുടിക്കാനുമായിട്ട് പലതും കൊടുക്കുക, ദേവിയെ പല്ല് തേപ്പിക്കുക, പാട്ടുപാടി ഉറക്കുക, ഇങ്ങനെ വിവിധ ആചാരങ്ങളിലൂടെ ആരാധിക്കപ്പെടുന്നവളാണ് ആര്? ശ്രീ ലളിതാ ത്രിപുര സുന്ദരി. ഇനി നോക്കുക, ചതുഷ്ഷഷ്ടി കലാമയി. ദേവി 64 കലകൾക്കും അധിപതിയായവളാണ്. ഈ 64 കലകളെപ്പറ്റി വായിക്കാൻ നല്ല രസമാണ്.
ഇതിനകത്ത് ഗീതം, വാദ്യം, നൃത്തം, ചിത്രരചന, ഒരുപാട് ഭാഷകൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവ്, അക്ഷരശ്ലോകം ചൊല്ലാനുള്ള കഴിവ്, തടിപ്പണി, ആശാരിപ്പണി, നന്നായി മേക്കപ്പ് ചെയ്യാനുള്ള കഴിവ്, നന്നായി വസ്ത്രം ധരിക്കാനുള്ള കഴിവ്, ഓർമ്മശക്തി, ഗണിതശാസ്ത്രത്തിലുള്ള അറിവ്, ഇതെല്ലാം തന്നെ 64 കലകളായി കണക്കാക്കപ്പെടുന്നു. ഇതിൻ്റെ എല്ലാം അധിപതി, ഇതിൻ്റെ എല്ലാം സ്രോതസ്സാണ് ശ്രീലളിത ത്രിപുരസുന്ദരി. നമ്മുടെ കഴിവുകളെ കണ്ടെത്തുകയും ഈ 64 കഴിവുകളിൽ ഏതെങ്കിലുമൊക്കെ കഴിവ് എല്ലാവർക്കും ഉണ്ടായിരിക്കും. അപ്പോൾ ആ കലയെ കണ്ടെത്തുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ നമ്മൾ ശ്രീലളിത ത്രിപുരസുന്ദരിക്ക് നൽകുന്നത് വലിയൊരു ട്രിബ്യൂട്ട് തന്നെയാണ്. ഇന്ന് ഞാൻ ജീവിതത്തിൽ ഇന്ന് വരെ കേൾക്കാത്ത, ഇന്ന് വരെ വായിക്കാത്ത ഒരുപാടധികം കാര്യങ്ങൾ ഇന്നത്തെ ലളിതാ സഹസ്രനാമ പഠനത്തിലൂടെ പഠിക്കാനായിട്ടും അറിയാനായിട്ടും സാധിച്ചു. ഒരിക്കലും പഠനം പൂർണ്ണമായിട്ടില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ ഒരുപാട് തെറ്റുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകാനായിട്ട് ശ്രീലളിത ത്രിപുരസുന്ദരി ദേവിയുടെ കടാക്ഷം ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഇനിയൊരു വീഡിയോ ആയിട്ട് കാണാം. നന്ദി.